മുണ്ടക്കൈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടലിന്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യം. എന്താണ് ഫോണൊന്ന് കുറച്ച് താത്തണേ. ദുരന്തമുണ്ടായ ആ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രയാസം അതെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ കുടുംബവും വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവശേഷിച്ചവർക്ക് ആകാശം എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങളത് ഏറ്റെടുത്തു. ഞങ്ങൾക്ക് സംഭാവനകൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഈ വിഭവ സമാഹരണം നടത്താൻ സാധിച്ചു. അപ്പോൾ അത് ഇവിടെ 11 ഏക്കർ സ്ഥലം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെ മെയിൻ റോഡിന് സമീപത്ത് തന്നെ മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള 11 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്ന് അതിൻ്റെ 105 വീടുകളുടെ അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. മീഡിയ ഒക്കെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം കേട്ടോ. ഞങ്ങൾ 8 മാസമാണ് പറയുന്നത്. ഞങ്ങളുടെ പിന്നെ അതിന് കോൺട്രാക്ടർ ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കോൺഫ്ലിക്റ്റുകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, അത് ഇപ്പൊ ഒരു വിവാദം ഞങ്ങളെ ഭൂമി നല്ലതാണോ, അപ്പോ നിങ്ങൾക്ക് ദൃക്സാക്ഷികളാവാലോ. ഈ റോഡ് കണ്ടില്ലേ, മുട്ടിൽ ഓർഫനേജിന്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിന്റെ വക്ക് ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ശരിയാണ്, തങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും. ഫണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ ആദ്യമേ തങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പം എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു. ഈ തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിലാണ്. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷപാതം പറ്റൂലല്ലോ, അത് എല്ലാവർക്കും ഒരു നിയമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ്. 8 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ അതല്ല, ഞങ്ങൾ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണതിന്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും. പിന്നെ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് ഞങ്ങൾ പാർട്ടി കൊടുത്തതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാവരും കൂടി കോൺട്രാക്ടറേറ്റും ഒരു നല്ല സൂപ്പർവൈസറെ വെച്ചിട്ടുണ്ട്, ഒരു PWD എഞ്ചിനീയർ. അതെ, ഒന്നിലും കോംപ്രമൈസ്, നല്ല ആർക്കിടെക്ട്, നല്ല കോൺട്രാക്ടർ, ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. പണം കുറച്ച് കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം, അത് പാർട്ടി കണ്ടെത്തും. ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള നിലക്കാണ് ഇതിന് നിശ്ചയിച്ച കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കും. എന്തായാലും കാര്യങ്ങളാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്ന്